തൃശൂർ ചാവക്കാട് മണത്തലയിൽ ദേശീയപാത പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ചാവക്കാട്ടെ റോഡ് അവർ ഉപരോധിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. ഇപ്പോൾ എൻ്റെ ദൃശ്യം പ്രേക്ഷകർക്ക് ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അവിടെ നടക്കുന്ന പ്രതിഷേധം. ഇപ്പോൾ റോഡിൽ അവർ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ ഉപരോധം. സൂരജ് സജി ചാവക്കാട് നിന്ന് ചേരുന്നു. സൂരജ് പറയൂ. സൂരജ്, ചാവക്കാട് മേൽപ്പാലത്തിൽ, ദേശീയപാതയിൽ പണി നടക്കുന്ന മേൽപ്പാലത്തിൽ വിള്ളൽ കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധത്തിലേക്ക് UDF പോകുന്നത്. ഇപ്പോൾ ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് UDF കടന്നിരിക്കുന്നു. വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ഈ പാതയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്ത് നിന്ന്, അതായത് ചാവക്കാട് വഴി മലപ്പുറത്തേക്ക് പോകുന്ന വാഹനങ്ങളും തിരിച്ചു വരുന്ന വാഹനങ്ങളും UDF പ്രവർത്തകർ തടഞ്ഞിട്ടിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാലം നിർമ്മാണത്തിലടക്കം വലിയ അഴിമതിയുണ്ട് എന്ന ആരോപണമാണ് UDF മുന്നോട്ട് വെക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പ്രതിഷേധത്തിലേക്ക് പോയത്? ഇവിടെ നിരുത്തരവാദിത്തമായ രീതിയിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഈ സമയമായിട്ടും ഇവിടുത്തെ MLA-യോ കേന്ദ്രമന്ത്രിയായ MP-യോ ഈ സ്ഥലം സന്ദർശിക്കാൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അവിടേതായ ഒരു പ്രതികരണവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ ലാഘവത്തോടു കൂടിയാണ് ഇത് നോക്കിക്കണ്ടു പോയത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഉറപ്പ് കിട്ടുന്നവരെ ഐക്യജനാധിപത്യ മുന്നണി സമരവുമായി മുന്നോട്ട് വരും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി UDF മുന്നോട്ട് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മുന്നോടിയാണ് ഈ പ്രതിഷേധം. എത്ര പെട്ടെന്നുണ്ടായ ഈ റോഡ് ഉപരോധം. അതാണ്, ഇന്നലെ വൈകുന്നേരമാണ് ഈ വിള്ളൽ കണ്ടെത്തുന്നത്. പക്ഷേ ഇതിനകത്തൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതായത് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇങ്ങോട്ടൊക്കെ എത്തിയിട്ടുമില്ല. അതോടുകൂടിയാണ് ഈ റോഡ് ഉപരോധിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത്. ഇന്നലെ ഈ വിള്ളൽ കണ്ട ഭാഗത്ത് പാറപ്പൊടി ഇട്ട് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയതല്ലാതെ ഒരു ശാസ്ത്രീയമായ ഇടപെടലോ അല്ലെങ്കിൽ പ്രശ്ന പരിഹാരത്തിനോ ശ്രമം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് UDF ആരോപിക്കുന്നത്. എന്തായാലും വലിയ ഗതാഗത കുരുക്ക് ചാവക്കാട് ദേശീയപാതയിൽ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്.